students, welcome to the online class. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ 5 ആണ് ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഓർ IFRS കമ്പൈൽഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് കമ്പനീസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിലെ ടോപ്പിക്സുകളാണ് കവർ ചെയ്യുന്നത്. ഇതിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സുകൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, അതിൻ്റെ പ്രസൻറ്റേഷൻ എങ്ങനെയായിരിക്കണം, ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് അനുസരിച്ചുകൊണ്ട് അല്ലെങ്കിൽ IFRSന്റെ ഗൈഡ് ലൈൻസ് അനുസരിച്ചുകൊണ്ട് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്സ്. ഇതിൽ കുറച്ച് തിയറി പോർഷൻസ് ഉണ്ട്. അതിൻ്റെ ഇൻട്രഡക്ഷൻ ഭാഗമായിട്ട് തിയറി പറയുന്നുണ്ട്. അതിനുശേഷം ഈ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് അനുസരിച്ചുകൊണ്ടുള്ള ബാലൻസ് ഷീറ്റ്, അതുപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഒക്കെ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്ന് പറയുന്ന ടോപ്പിക്സ് ആണ് പഠിക്കേണ്ടത്. അത് പ്രോബ്ലം ആയിട്ട് നമുക്ക് ചെയ്യാനുള്ളതാണ്. ഓക്കെ, നമുക്ക് ആദ്യം നോക്കാം എന്താണ് ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നതിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് പറയുന്നത്. അതായത് ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡിനെ ഇൻഡാസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇൻഡാസ് 1, ദെൻ ഇന്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 1ഉം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സുകൾ അതിൻ്റെ പ്രിപ്പറേഷനും പ്രസന്റേഷനെ കുറിച്ചുള്ള ഗൈഡ് ലൈൻസുകളാണ് പറയുന്നത്. ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡിനെ മെൻഷൻ ചെയ്യുന്നതാണ് ഇൻഡാസ് എന്നുള്ളത്. ഇൻഡാസ് 1ഉം ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 1ഉം IAS ഇന്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 1ഉം എന്തിനെ കുറിച്ചിട്ടാണ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്? കമ്പനീസുകളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്, ദാറ്റ് ഈസ് ദ ഫിനാൻഷ്യൽ റിപ്പോർട്ട്സുകൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് അത് പ്രസന്റ് ചെയ്യേണ്ടതെന്ന് പറയുന്ന ഗൈഡ് ലൈൻസുകളാണ് പറയുന്നത്. ഇതിൻ്റെ ഒരു ഫ്രെയിം വർക്കാണ് ഇൻഡാസ് 1 എന്ന് പറയുന്നത്. നമുക്ക് എന്തിനാണ് ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ പ്രിപ്പയർ ചെയ്യുന്നത്? നമുക്കറിയാം, ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ അല്ലെങ്കിൽ ആ ഫിനാൻഷ്യൽ റിപ്പോർട്ടാണ് ആ ഫേമിന്റെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസുകൾ അത് റെപ്രസെന്റ് ചെയ്യുന്ന ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതായിരിക്കും? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ പ്രിപ്പയർ ചെയ്യുന്നതും പ്രസന്റ് ചെയ്യുന്നതും അതിനുള്ള ഒരു ഗൈഡ് ലൈൻസ് അനുസരിച്ച് കൊണ്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അത് എന്തിനു വേണ്ടിയായിരിക്കും? ടു എൻഷുർ ദി കമ്പയറബിലിറ്റി ഓഫ് ദി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് വിത്ത് ദ സ്പെസിഫിക് പീരിയഡ്, കറന്റ് പീരിയഡ് ആൻഡ് പ്രീവിയസ് പീരിയഡ്. നമുക്ക് കഴിഞ്ഞ വർഷത്തെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റും ഈ വർഷത്തെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റും നോക്കിക്കഴിഞ്ഞാൽ ഒരു കമ്പയറബിൾ ആവുന്നതാണ്. കമ്പയർ ചെയ്യാനായിട്ട് കഴിയും, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകളെ കമ്പയർ ചെയ്യാനായിട്ട് കഴിയും. അതുപോലെ തന്നെ അതർ അണ്ടർടേക്കിങ്സുകളുമായിട്ട് നമ്മുടെ ബിസിനസ് ഫേമും മറ്റുള്ള ബിസിനസ് ഫേമുകളുമായിട്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ കമ്പയർ ചെയ്യാനും അതുവഴി സാധ്യമാകും. അപ്പോൾ ഈ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് അനുസരിച്ചുകൊണ്ട് ഇൻഡാസ് 1 ദെൻ ഇന്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് അതനുസരിച്ച് കൊണ്ടായിരിക്കണം കമ്പനികളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു ഗൈഡ് ലൈൻ ആണ് ഇൻഡാസ് 1ൽ പറയുന്നത്. അപ്പോൾ എന്താണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്നുള്ളത് നമ്മൾ ആദ്യമായിട്ട് പഠിക്കുകയാണ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പറേഷൻ ആണല്ലോ ഈ ഗൈഡ് ലൈൻസിൽ പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നത് എന്ന് പഠിക്കുന്നതിനേക്കാൾ മുമ്പായിട്ട് ഏതൊക്കെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സുകളാണ് ഈ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ റിപ്പോർട്ട് എന്ന് പറയുന്നതിൽ കംപ്രൈസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ വാട്ട് യു മീൻ ബൈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്? എന്താണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനെ ഒരു നമുക്ക് പറയാം ഫിനാൻഷ്യൽ റിപ്പോർട്ട് എന്ന് വേണമെങ്കിലും പറയാം. ഫിനാൻഷ്യൽ റിപ്പോർട്ടാണ് അല്ലെ, അതൊരു എവിഡന്റ് ആണ്, അല്ലെങ്കിൽ എന്താ പറയാ, അതൊരു ഫൈനാൻഷ്യൽ ആയിട്ടുള്ള റെക്കോർഡാണ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഈസ് എൻ ഫിനാൻഷ്യൽ റെക്കോർഡ് ഓഫ് ദ ബിസിനസ് ആക്ടിവിറ്റീസ് ഓർ ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ് ആൻഡ് പൊസിഷൻ ഓഫ് എ ബിസിനസ് യൂണിറ്റ്. എന്താ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഫേമിന്റെ ഫിനാൻഷ്യൽ പൊസിഷൻ, എന്താ ഫിനാൻഷ്യൽ ആയിട്ടുള്ള പെർഫോമൻസ് അതിന് കാണിക്കുന്ന റെപ്രസെന്റ് ചെയ്യുന്ന ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ റിപ്പോർട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെയുള്ള റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ ആ ഒരു സ്റ്റേറ്റ്മെന്റുകൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഒരുപാട് യൂസസുകളുണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ടാണ് ഫേമിന്റെ മെയിൻലി അതിന്റെ മെയിൻ യൂസസ് എന്ന് പറയുന്നത് ഫേമിന്റെ മാനേജ്മെന്റ് അല്ലെങ്കിൽ അതിന്റെ ഓണേഴ്സ് എന്ന് പറയുന്നത് ബിസിനസിന്റെ ഡിസിഷൻസുകൾ, ഒരു ഫിനാൻഷ്യൽ ആയിട്ടുള്ള അനാലിസിസ്, ബിസിനസ് ആയിട്ടുള്ള ഒരു അനാലിസിസ് ഒക്കെ ചെയ്യാനായിട്ട് ഈ സ്റ്റേറ്റ്മെന്റുകളാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ മാനേജ്മെന്റിനും അതുപോലെ തന്നെ ഓണേഴ്സിനും, ഓണേഴ്സ് എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന മറ്റുള്ള ആളുകൾക്ക്, അതുപോലെ തന്നെ ഗവൺമെന്റിന്, ടാക്സ് അതോറിറ്റീസുകൾക്ക്,
ബിസിനസ് ഫേമുകൾക്ക് ക്രെഡിറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന, ഫിനാൻഷ്യൽ ആയിട്ടുള്ള അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ലെൻഡേഴ്സ്, ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ബാങ്കേഴ്സ്, അതുപോലെ തന്നെ ഫേമിന് ഗുഡ്സുകൾ സപ്ലൈ ചെയ്യുന്ന സപ്ലയേഴ്സ്, ഇവർക്കെല്ലാം ഈ പറയുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ യൂസുകളുണ്ട്. ഇപ്പൊ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ പ്രിപ്പയർ ചെയ്യുന്നതിലൂടെ ബിസിനസ് ഫേമുകൾക്ക് മാത്രമല്ല മറ്റു സ്റ്റേക്ക് ഹോൾഡേഴ്സിനും കൂടെ യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് ഈ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. So, financial statement shows the financial position and financial performance of a business unit. ആ ഫേമിന്റെ അപ്പോഴത്തെ സ്ട്രെങ്ത് എത്രയാണ് എന്നുള്ളതാണ്, അല്ലെങ്കിൽ ആ ഫേം എത്രമാത്രം പെർഫോംഡ് ആണ്, അല്ലെങ്കിൽ ഫിനാൻഷ്യലി ആയിട്ട് വരുന്ന അതിന്റെ പൊസിഷൻസുകളാണ് ഏതിലൂടെ കാണിക്കുന്നത്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിലൂടെ കാണിക്കുന്നത്. അപ്പൊ ഈ ഫിനാൻഷ്യൽ പൊസിഷൻ എക്സ്പോസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പെർഫോമൻസ് ഡിസ്ക്ലോസ് ചെയ്യുന്ന ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നതിന്റെ ഒരു ഗൈഡ് ലൈൻ ആണ് ഏതിലൂടെ പറയുന്നത്, ഇൻഡാസ് എന്ന് പറയുന്ന അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിലൂടെ 1 എന്ന് പറയുന്നതിലൂടെ പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പൊ അതിനുള്ള ഗൈഡ് ലൈൻസുകൾ, റൂൾസുകൾ, ഫ്രെയിം വർക്കുകൾ ആയിരിക്കും ഏതിൽ പറയുന്നത്, ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൽ പറയുന്നത്. അപ്പൊ ബിസിനസ് ഫേമുകളുടെ ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ യൂസേഴ്സിന്, ഈ പറയുന്ന രീതിയിൽ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ യൂസേഴ്സിന് ഒരുപാട് ഇൻഫർമേഷൻസുകൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പൊ ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഫൈനാൻഷ്യൽ ആയിട്ടുള്ള റെക്കോർഡാണ് നമ്മൾ ഈ പറയുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സുകൾ എന്തൊക്കെ ആയിരിക്കും എന്നുള്ളത് നമുക്ക് അറിയണം. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് കംപ്രൈസസ് എന്തൊക്കെയാണ് അതിൽ ഉൾക്കൊള്ളുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്പർ 1 അതിലെ ഫസ്റ്റ് 1 പറയുന്നത് ബാലൻസ് ഷീറ്റ് ആണ്. നമുക്കറിയാം ഒരു ഫേമിന്റെ ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളത് അല്ലെ. ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫേമിന്റെ ഫിനാൻഷ്യൽ പൊസിഷനെ ഡിസ്ക്ലോസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഫിനാൻഷ്യൽ പൊസിഷൻ എന്ന് പറയുമ്പോൾ ആ ഫേമിന്റെ എൻഡ് ഓഫ് ദി ഇയറിൽ ഇപ്പൊ എങ്ങനെയാണ് ഇതിന്റെ ഫിനാൻഷ്യൽ പൊസിഷൻ. അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, ബാലൻസ് ഷീറ്റ് അറ്റ് ദി എൻഡ് ഓഫ് ദ ഇയർ ആണ്, എൻഡ് ഓഫ് ദ പീരീഡ് ആണ്. നമ്പർ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ നമ്പർ 2 പറയുന്നത് ഇൻകം സ്റ്റേറ്റ്മെന്റ് ആണ്. നമ്പർ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകം സ്റ്റേറ്റ്മെന്റ് ആണ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, ഇൻകം സ്റ്റേറ്റ്മെന്റ്. അതായത് ഫേമിന്റെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള പെർഫോമൻസിനെ കാണിക്കുന്നത്, അതിന്റെ ഫേമിന്റെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ആണോ എന്നുള്ളത് എക്സ്പ്രസ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഇൻകം സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ രണ്ടാമത് ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏതാണ്, ഇൻകം സ്റ്റേറ്റ്മെന്റ് ആണ്. നമ്പർ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി, അതായത് ഫേമിന്റെ സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി at the period, for the period, that is the third statement. അപ്പോൾ നമുക്ക് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ എന്തെല്ലാം ചേഞ്ചസ് വരുന്നുണ്ടോ ആ ചേഞ്ചസുകളൊക്കെ നമുക്ക് ഇതിൽ കാണിക്കാൻ അറിയുന്നുണ്ട്. ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിസ്ക്ലോസ് ചെയ്യുന്നുണ്ട്, ആ ഇൻഫർമേഷൻസ് കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നാലാമത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സ്റ്റേറ്റ്മെന്റ് ഓഫ് ക്യാഷ് ഫ്ലോ ഫോർ ദ പീരീഡ് ആണ്. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ആണ്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എല്ലാ തരത്തിലുള്ള കമ്പനികൾക്കും ബാധകമല്ല, പക്ഷെ ജോയിന്റ് സ്റ്റോക്ക് കമ്പനികളിലൊക്കെ അത് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ഇൻഫർമേഷനും ക്യാഷ് ഫ്ലോ, ഫണ്ടിന്റെ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസുകൾ, ഇൻകം ആക്ടിവിറ്റീസുകൾ, ഫിനാൻഷ്യൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസുകൾ ഇതൊക്കെ കാണിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ആ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റും ഈ പറയുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ഡോക്യുമെന്റ് ആണ്, അല്ലെങ്കിൽ റെക്കോർഡിക്കലായിട്ടുള്ള ഫിനാൻഷ്യൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസിനെ കാണിക്കുന്ന റെക്കോർഡാണ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു എക്സ്പ്ലനേറ്ററി ആയിട്ട് വരുന്ന നോട്ടുകളാണ്. എക്സ്പ്ലനേറ്ററി ആയിട്ട് വരുന്ന നോട്ടുകൾ, എക്സ്പ്ലനേറ്ററി നോട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെസിഫിക് ആയിട്ടുള്ള എന്തെങ്കിലും അക്കൗണ്ടിങ് പോളിസീസുകളെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഈ നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുള്ള ഡാറ്റകൾ അല്ലെങ്കിൽ ട്രാൻസാക്ഷൻസുകളെ സംബന്ധിച്ച് അവർ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ചില സ്പെസിഫൈഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസുകൾ പ്രൊവൈഡ് ചെയ്യാറുണ്ടെങ്കിൽ അത് നോട്ട്സുകളായിട്ടാണ് എവിടെ കൊടുക്കേണ്ടത്, താഴെ കാണിക്കേണ്ടത്. അപ്പൊ നോട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ പറയുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകളിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു റെക്കോർഡായിരിക്കും. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ കമ്പാരറ്റീവ് ഇൻഫർമേഷൻ ആണ്.
the comparative information. Comparative information. കമ്പാരിറ്റീവ് ഇൻഫർമേഷൻ എന്ന് പറയുമ്പോൾ അതായത് ഇപ്പോൾ നമുക്ക് ഈ വർഷത്തെ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് തൊട്ടു മുമ്പുള്ള വർഷങ്ങളിലുള്ള സ്റ്റേറ്റ്മെന്റുകളും ഉണ്ടായിരിക്കണം, അവൈലബിൾ ആയിരിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്രിസീഡിങ് പീരീഡിലുള്ള ഇൻഫർമേഷൻസുകൾ നൽകുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കമ്പാരിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആയിരിക്കും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ആക്ച്വലി ഫിനാൻഷ്യൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ആണ് ഏതിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിലൂടെ. അപ്പോൾ പ്രിസീഡിംഗ് പീരീഡിൽ വരുന്ന സ്റ്റേറ്റ്മെന്റുകൾ കൂടെ അവൈലബിൾ ആകുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഒരു കമ്പാരറ്റീവ് ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന റെക്കോർഡായി മാറും. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാലൻസ് ഷീറ്റ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ പ്രിസീഡിംഗ് പീരീഡ് ആണ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബാലൻസ് ഷീറ്റ് തന്നെയാണ്, പക്ഷെ അത് ഏതായിരിക്കും? ബാലൻസ് ഷീറ്റ് ഓഫ് ദി പ്രിസീഡിംഗ് പീരീഡ്. പ്രിസീഡിംഗ് പീരീഡ് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് റെലവെന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസുകൾ കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ തൊട്ട് മുമ്പത്തെ വർഷങ്ങളിലുള്ള ഇൻഫർമേഷൻസുകൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതും കൂടെ വെച്ച് കമ്പയർ ചെയ്യാം. അപ്പോൾ ബാലൻസ് ഷീറ്റ് ഓഫ് ദി പ്രിസീഡിംഗ് പീരീഡ് ഉണ്ടെന്നുണ്ടെങ്കിലും അത് വെച്ചുകൊണ്ട് ഫിനാൻഷ്യൽ പൊസിഷൻ എന്ത് ചെയ്യാവുന്നതാണ്? കമ്പയർ ചെയ്യാവുന്നതാണ്. ഇത്രയും ഫിനാൻഷ്യൽ ആയിട്ടുള്ള റെക്കോർഡ്സുകളായിരിക്കും ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇൻട്രൊഡക്ഷൻ ഭാഗമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഒരു കാര്യമാണ്, എന്താണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്നുള്ളത് അറിയണം. എന്തൊക്കെയാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകളിലെ എലമെന്റ്സുകൾ എന്ന് പറയുക, അല്ലെങ്കിൽ അതിനെ കംപ്രൈസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റുകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ബാലൻസ് ഷീറ്റ് ആണ്. നമ്പർ 2 എന്ന് പറഞ്ഞാൽ ഇൻകം സ്റ്റേറ്റ്മെന്റ് ആണ്. ഇൻകം സ്റ്റേറ്റ്മെന്റ് ഓഫ് ദ ഇയർ എന്ന് പറയുമ്പോൾ പ്രോഫിറ്റ് ഓർ ലോസ് ഡിസ്ക്ലോസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. ദെൻ സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ച് ഇൻ ഇക്വിറ്റി, ഇക്വിറ്റിയിൽ ചേഞ്ചസ് വരുന്നുള്ളത് കാണിക്കാനായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യണം. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എക്സ്പ്ലനേറ്ററി നോട്ട്സുകൾ, അതായത് സ്പെസിഫിക് ആയിട്ടുള്ള ചില ഇൻഫർമേഷൻസുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് അഡീഷണൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസുകളായിട്ട് നൽകുന്നതിന് വേണ്ടി നമുക്ക് എല്ലാ കാര്യങ്ങളും ഈ ബാലൻസ് ഷീറ്റിലോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് കഴിയില്ല. അപ്പം അങ്ങനെ വരുന്ന സിഗ്നിഫിക്കൻ്റ് ആയിട്ട് വരുന്ന ഇൻഫർമേഷൻസുകളാണ് എവിടെ നൽകാനായിട്ട് പറ്റുക? എക്സ്പ്ലനേറ്ററി നോട്ട്സുകളായിട്ട് നൽകുന്നത്. ഇത് എക്സ്പ്ലനേറ്ററി ഇൻഫർമേഷൻസുകളാണെന്ന് അർത്ഥം. 7th one കമ്പാരറ്റീവ് ഇൻഫർമേഷൻസുകളാണ് ഇൻ റെസ്പെക്ട് ഓഫ് ദ പ്രിസീഡിംഗ് പീരീഡ്. നമുക്ക് കമ്പയർ ചെയ്യാനായിട്ട് മുൻ വർഷങ്ങളിൽ കിട്ടുന്ന അവൈലബിൾ ആയിട്ടുള്ള മുൻ വർഷങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ വെച്ചുകൊണ്ട് കമ്പയർ ചെയ്യാനായിട്ട് നൽകണം. ദെൻ ബാലൻസ് ഷീറ്റ് ഓഫ് ദി പ്രിസീഡിംഗ് പീരീഡ്. ഇത് നമുക്ക് ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്നതുകൊണ്ട് മനസ്സിലാക്കേണ്ടതാണ്. നമുക്ക് ഇനി പഠിക്കാനുള്ളത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ജനറൽ ആയിട്ട് വരുന്ന ഫീച്ചേഴ്സ് എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യേണ്ടത് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ഇൻഡാസ് 1 അനുസരിച്ച് കൊണ്ടായിരിക്കും. അത് കമ്പനീസ് ആക്ടില്, ന്യൂ കമ്പനീസ് ആക്ടിന്റെ ഷെഡ്യൂൾ 3 ഈ പറയുന്ന ബാലൻസ് ഷീറ്റ് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, ഇൻകം സ്റ്റേറ്റ്മെന്റുകൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്ന് പറയുന്ന സ്പെസിഫിക് ആയിട്ടുള്ള ഫോർമാറ്റുകളൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അത് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ജനറൽ ആയിട്ടുള്ള ഫീച്ചർ എങ്ങനെയാണ് എന്നുള്ളതാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. അതിന്റെ ജനറൽ ഫീച്ചറിൽ വരുന്നത് നമുക്ക് ഹെഡിങ് ഞാൻ അവിടെ പറയുന്നുണ്ട്, ജനറൽ ഫീച്ചേഴ്സ്. ജനറൽ ഫീച്ചേഴ്സ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ഫസ്റ്റ് വൺ പറയുന്നത് എന്താണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രത്യേകത, അല്ലെങ്കിൽ അതിന്റെ ജനറൽ ആയിട്ട് വരുന്ന ഒരു ഫീച്ചർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്പർ 1 ട്രൂ ആൻഡ് ഫെയർ പ്രസന്റേഷൻ ആണ്. ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തായിരിക്കും? ട്രൂ ആൻഡ് ഫെയർ പ്രസന്റേഷൻ ആണ്. അപ്പൊ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാലും ഇൻകം സ്റ്റേറ്റ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാലും അതിൽ നിന്നും അവൈലബിൾ ആകുന്ന ഇൻഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ട്രൂ ആൻഡ് ഫെയർ ആണ്. ഫെയ്ത്ത്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് റെലവെന്റ് ആൻഡ് ആക്യുറേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസുകൾ മാത്രമേ ഏതിലൂടെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് പാടുള്ളൂ? ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റുകൾ നൽകാനായിട്ട് പാടുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതാണ്, ഈ ഇൻഫർമേഷന്റെ ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരുപാട് യൂസസുകളുണ്ട് അല്ലെ. ഫേമിന്റെ മാനേജ്മെന്റിനുണ്ടായിരിക്കും, അതിന്റെ ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിനുണ്ടായിരിക്കും, ദെൻ എംപ്ലോയീസിനുണ്ട്, അതുപോലെ തന്നെ ടാക്സ് അതോറിറ്റീസുകൾക്കുണ്ട്,
ഗവൺമെന്റിനുണ്ട്, ബാങ്കേഴ്സിനുണ്ടായിരിക്കും, ക്രെഡിറ്റേഴ്സിനുണ്ടായിരിക്കും. അപ്പോൾ ഇവരെല്ലാം ഈ ഇൻഫർമേഷന്റെ ബേസിലാണ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ കിട്ടുന്ന ഇൻഫർമേഷന്റെ ബേസിലാണ് കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഫിനാൻഷ്യലി സ്ട്രെങ്ത് ആണോ, അല്ലെങ്കിൽ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഫിനാൻഷ്യൽ ആയിട്ടുള്ള പെർഫോമർ ആയിട്ടുള്ള ഫേം ആണോ എന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഫേമിനെ കുറിച്ചുള്ള ഒരു ഫിനാൻഷ്യൽ അനാലിസിസ് നടത്തുന്നു. അപ്പൊ അങ്ങനെ അനാലിസിസ് നടത്തുമ്പോൾ അനാലിസിസ് നടത്തണമെന്നുണ്ടെങ്കിൽ അവർക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ എങ്ങനെയായിരിക്കണം? സത്യസന്ധമായിട്ടുള്ള, റെലവെന്റ് ആയിട്ടുള്ള, ആക്യുറേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആയിരിക്കണം. ആൻഡ് അൺനെസസറി ആയിട്ടുള്ള, അല്ലെങ്കിൽ അത് വായിക്കുന്ന ആളുകൾക്ക്, മനസ്സിലാകുന്ന ആളുകൾക്ക് സസ്പീഷ്യസ് ആയിട്ടുള്ള ഒരു തരത്തിലുള്ള ഇൻഫർമേഷൻസുകളും ഏതിൽ നൽകേണ്ടതില്ല, ഈ പറയുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകളിൽ നൽകരുത്. കാരണം ഇതിന്റെ ഒരു ജനറൽ ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് മസ്റ്റ് ബി പ്രിപ്പയർഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ദി ട്രൂ ആൻഡ് ഫെയർ വ്യൂ ഓഫ് ദി പ്രസന്റേഷൻ. That is true and fair. Number 1 general feature ആണ് പറഞ്ഞത്. Number 2 എന്ന് പറഞ്ഞാൽ going concern. Going concern. അതായത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകളെല്ലാം പ്രിപ്പയർ ചെയ്ത് നമ്മുടെ ഫേം എന്ന് പറയുന്നത് ബിസിനസ് എൻറ്റിറ്റി കണ്ടിന്യൂ ചെയ്യുന്നു എന്ന് പറയുന്ന കൺസെപ്റ്റിലാണ്. ദാറ്റ് ഇസ് ദ ഗോയിങ് കൺസെപ്റ്റ്. ഫേം ലിക്വിഡേറ്റ് ചെയ്യുന്നുണ്ടോ ചെയ്യാതിരിക്കുകയും അതുപോലെ തന്നെ അതിന്റെ ട്രേഡിംഗ് സ്റ്റോപ്പ് ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന ആ ഒരു സങ്കല്പത്തിലാണ് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകളെല്ലാം ബിസിനസ് ഫേമുകൾ അല്ലെങ്കിൽ എൻറ്റിറ്റീസുകൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഇതാണ് ഗോയിങ് കൺസേൺ എന്ന് പറയുന്ന കൺസെപ്റ്റ്. ഇപ്പൊ ബിസിനസ് ഫേമുകൾ, എല്ലാ ഫേമുകൾ, ബിസിനസ് എൻറ്റിറ്റീസുകൾ when preparing the financial statement, management shall make an assessment of the business entities. ഫേമിന്റെ എബിലിറ്റി എങ്ങനെയാണ് എന്നുള്ളത് അസസ്മെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഫേമിന് എന്ത് പ്രിപ്പയർ ചെയ്യണം? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ പ്രിപ്പയർ ചെയ്യണം. അങ്ങനെ പ്രിപ്പയർ ചെയ്യുന്ന ഫേമുകളുടെ ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഗോയിങ് കൺസേൺ ആണ്. ആ ഫേം ഉടനെ തന്നെ സ്റ്റോപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ അത് വൈൻഡ് അപ്പ് ചെയ്യാനോ ഉദ്ദേശിക്കുന്ന ഫേമുകളല്ല, കണ്ടിന്യൂ ചെയ്യാനുള്ള ഫേമുകളാണ് എന്നുള്ള പറയുന്ന കോൺസെപ്റ്റിലായിരിക്കും ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ പ്രിപ്പയർ ചെയ്തത്. കാരണം ഇപ്പോഴുള്ള ഫിനാൻഷ്യൽ ആയിട്ടുള്ള പൊസിഷൻ അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ഫേമുകൾ കണ്ടിന്യൂ ചെയ്യുന്ന ഫേമുകളാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് നെക്സ്റ്റ് പീരീഡിലേക്ക്, ഫ്യൂച്ചറിലേക്ക് ആവശ്യമായിട്ടുള്ള ബിസിനസ് പോളിസീസുകൾ, സ്ട്രാറ്റജീസുകൾ, ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസുകൾ, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ആയിട്ടുള്ള റിസോഴ്സസിന്റെ മാക്സിമം യൂട്ടിലൈസേഷൻ, ഇതെല്ലാം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫേമിന് അത് കണ്ടിന്യൂ ചെയ്യുന്ന ഫേമുകൾക്കാണെന്നുണ്ടെങ്കിലാണ് ഈ സ്റ്റേറ്റ്മെന്റുകൾ മാക്സിമം യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ സ്റ്റേറ്റ്മെന്റുകൾ പ്രിപ്പയർ ചെയ്യുന്നത് എന്തിന്റെ ബേസിലാണ്? ഗോയിങ് കൺസേൺ ആണെന്ന് പറയുന്ന കൺസെപ്റ്റിലാണ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഏതെങ്കിലും ഫേമുകൾ ഈ പറയുന്ന ഗോയിങ് കൺസേൺ കോൺസെപ്റ്റിലല്ല പ്രിപ്പയർ ചെയ്യുന്നത്, അതായത് കമ്പനി വൈൻഡ് അപ്പ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ കമ്പനി അത് ക്ലോസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ട്രേഡിംഗ് ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്യാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവില്ല? ഒരു ഗോയിങ് കൺസേൺ ആയിട്ടുള്ള കോൺസെപ്റ്റ് അല്ലാത്തതുകൊണ്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അങ്ങനെ ആയിരിക്കും പ്രിപ്പയർ ചെയ്യുന്നത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകളിൽ പ്രിപ്പയർ ചെയ്ത റെക്കോർഡ്സുകളിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ് ഈവൻസുകളിൽ, ട്രാൻസാക്ഷൻസുകളിൽ അൺസർട്ടനിറ്റീസുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് ചില മെറ്റീരിയൽ ഫാക്ടുകളൊന്നും ശരിയായിട്ടുള്ളതല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ വരുന്ന കേസുകളിൽ ആ അൺസർട്ടനിറ്റീസ് വ്യക്തമായി തന്നെ ആ റെക്കോർഡ്സുകൾ സ്റ്റേറ്റ്മെന്റുകളിൽ ചെയ്തിരിക്കണം, ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. അതിനെന്താണ് കാരണം, അങ്ങനെ റെക്കോർഡ് ചെയ്യാനുള്ള കാരണം എന്താണെന്നുള്ളത് അതിന്റെ അതോറിറ്റീസുകൾ സ്റ്റേറ്റ്മെന്റുകളിൽ ചെയ്തിരിക്കണം, ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ പ്രിപ്പയർ ചെയ്യാത്ത ഫേമുകളാണ് എന്നുണ്ടെങ്കിൽ, അപ്പോൾ സാധാരണ എല്ലാ ഫേമുകളും അതിന്റെ ആനുവൽ പീരീഡ് ആയി കഴിഞ്ഞാൽ ആ ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്യുന്നതോടുകൂടെ തന്നെ ഈ സ്റ്റേറ്റ്മെന്റുകളൊക്കെ പ്രിപ്പയർ ചെയ്യും. അപ്പോൾ ഫിനാൻഷ്യൽ എൻഡിങ്ങിൽ അങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതെന്തിനായിരിക്കും സൂചിപ്പിക്കുന്നത്? ഇനി കണ്ടിന്യൂ ചെയ്യുന്നില്ല എന്നുള്ളതായിരിക്കാം. അപ്പൊ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ എന്ത് വേണം? അതിന്റെ കാരണം എന്താണെന്നുള്ളത് കൂടെ കൺസെപ്റ്റുകൾ അല്ലെങ്കിൽ അതിന്റെ കാരണം എന്താണെന്നുള്ളത് കൂടെ ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. ഇതാണ് ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്രയേ ഉള്ളൂ മനസ്സിലാക്കാനായിട്ട്. തുടർന്നും നമ്മുടെ ബിസിനസ് ആക്ടിവിറ്റീസുകൾ കണ്ടിന്യൂ ചെയ്യുന്നു എന്ന് പറയുന്ന കോൺസെപ്റ്റിലാണ് ബിസിനസിന്റെ സ്റ്റേറ്റ്മെന്റുകൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ 3 ആണ്. തേർഡ് വൺ പറയുന്നത് അക്രൂവൽ ബേസിസ് ഓഫ് അക്കൗണ്ടിങ്. അക്രൂവൽ
basis of accounting. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകളിൽ റെക്കോർഡ് ചെയ്യുന്ന ആ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്രൂവൽ ബേസിസ് ഓഫ് അക്കൗണ്ടിങ്. അപ്പൊ എന്താ അക്രൂവൽ ബേസ് ഓഫ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിങ്ങിൽ ട്രാൻസാക്ഷൻസുകളൊക്കെ റെക്കോർഡ് ചെയ്യുന്നത് ഒന്നുകിൽ ക്യാഷ് ബേസിസ് മെത്തേഡ് ആയിരിക്കാം, അല്ലെങ്കിൽ അക്രൂവൽ ബേസിസ് മെത്തേഡ് ആയിരിക്കാം. എന്താ ക്യാഷ് ബേസിസ് എന്ന് പറയുമ്പോൾ, ക്യാഷ് ബേസിസിലാണെന്നുണ്ടെങ്കിൽ ഫിസിക്കൽ ക്യാഷിന്റെ ട്രാൻസാക്ഷൻസുകൾ, ആ ട്രാൻസ്ഫറിങ് സംഭവിച്ചു കഴിഞ്ഞാലാണ് ആ ട്രാൻസാക്ഷൻസുകൾ എന്ത് ചെയ്യുന്നത്, റെക്കോർഡ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഒരു ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകം എന്ന് പറയുന്നത് റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻകം ആവണമെന്നുണ്ടെങ്കിൽ ആ ഇൻകം റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് എന്തായി മാറും, ഇൻകം റിസീവ്ഡ് അല്ലെങ്കിൽ ഇൻകം ആയിട്ട് തന്നെ പരിഗണിക്കും. അത് റിസീവ് ചെയ്തിരിക്കണം, ഫിസിക്കലി ആ ക്യാഷ് ട്രാൻസാക്ഷൻസുകൾ റിസീവ് ചെയ്തിരിക്കണം. നെക്സ്റ്റ് ഒരു എക്സ്പെൻസ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ എക്സ്പെൻസ് എമൗണ്ട് പെയ്ഡ് ചെയ്തിരിക്കണം. അതാണ് ക്യാഷ് ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ക്യാഷ് ബേസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ഇമ്മീഡിയറ്റ് ആയിട്ട് ക്യാഷ് ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ക്യാഷിന്റെ ഫിസിക്കൽ ട്രാൻസാക്ഷൻസ് നടന്നില്ല എന്നുണ്ടെങ്കിലും ഫ്യൂച്ചറിലായിരിക്കും നമുക്ക് റിസീവ് ചെയ്യാനുള്ളത് അല്ലെങ്കിൽ ഫ്യൂച്ചറിലായിരിക്കും പേയ്മെന്റ് ചെയ്യാനുള്ളത് എന്നുണ്ടെങ്കിൽ അതിനെന്ത് പറയും, അക്രൂവൽ ബേസിസ് എന്നാ പറയും, അക്രൂവൽ ബേസിസ്. അപ്പൊ അക്കൗണ്ടിങ്ങിൽ ക്യാഷ് ബേസിസ് ആയിട്ടുള്ള മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ട്, അക്രൂവൽ ബേസിസ് ഓഫ് അക്കൗണ്ടിങ് ചെയ്യുന്നത്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകളെല്ലാം പ്രിപ്പയർ ചെയ്യുന്നത് ഓൾമോസ്റ്റ് എങ്ങനെ തന്നെയാണ്, അക്രൂവൽ ബേസ് ഓഫ് അക്കൗണ്ടിങ് ആണ്. അതായത് ഒരു എക്സ്പെൻസ് നടന്നു കഴിഞ്ഞാൽ അതിന്റെ എമൗണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് പേയ്മെന്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും ആ എക്സ്പെൻസ് പിന്നീട് ഫ്യൂച്ചറിൽ മീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷെ എക്സ്പെൻസ് ഇൻകേർഡ് ആണ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലായിരിക്കും ആ ട്രാൻസാക്ഷൻസുകൾ റെക്കോർഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇൻകം ഇമ്മീഡിയറ്റ് ആയിട്ട് ജനറേറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്യൂച്ചർ അത് ഏൺ ചെയ്യാനുള്ള പോസിബിലിറ്റി ഉള്ളത് കൊണ്ട് ഇൻകം ഏൺ എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ തന്നെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, അത് റെക്കോർഡ് ചെയ്യുന്നത്. അത് അഡ്വാൻസ് ആയിട്ട് കിട്ടാം, അല്ലെങ്കിൽ നമുക്കത് ഇനി പിന്നീടായിരിക്കും കിട്ടുള്ളൂ എന്നുണ്ടെങ്കിലും പക്ഷെ ഇൻകം ഏൺ ചെയ്തു എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആയിരിക്കും ഈ ട്രാൻസാക്ഷൻസുകൾ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് മറ്റൊരു ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്രൂവൽ ബേസിസ് ഓഫ് അക്കൗണ്ടിങ് ആണ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റീരിയാലിറ്റി ആൻഡ് അഗ്രഗേഷൻ. ഫോർത്ത് ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റീരിയാലിറ്റി ആൻഡ് അഗ്രഗേഷൻ. മെറ്റീരിയാലിറ്റി ആൻഡ് അഗ്രഗേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഫേമിൽ ട്രാൻസാക്ഷൻസുകളൊക്കെ റെക്കോർഡ് ചെയ്യുമ്പോൾ അതിന്റെ മെറ്റീരിയൽ ഫാക്ട് അതിന്റെ ക്ലിയർ പ്രൂഫോട് കൂടെ തന്നെയാണ് റെക്കോർഡ് ചെയ്യുന്നത്. അതിനപ്പോൾ സിമിലർ ആയിട്ട് വരുന്ന ട്രാൻസാക്ഷൻസുകളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അതിന് സിമിലർ ആയിട്ടുള്ള നേച്ചറിൽ തന്നെ ആയിരിക്കണം. അത് സെയിം ക്ലാസ് ഓഫ് ഡാറ്റകൾ അല്ലെങ്കിൽ ആ ഈവൻസുകളായിട്ട് റെക്കോർഡ് ചെയ്യുന്ന ഡിസിമിലർ ആയിട്ട് വരുന്ന റെക്കോർഡ്സുകൾ അല്ലെങ്കിൽ ട്രാൻസാക്ഷൻസുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ഡിസിമിലർ നേച്ചർ ഓഫ് ഫംഗ്ഷൻ ആയിട്ട് തന്നെയാണ് റെക്കോർഡ് ചെയ്യുന്നത്. അതും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ ഒരു ഫീച്ചറാണ്. നെക്സ്റ്റ് ഫിഫ്ത്ത് പോയിന്റ് പറയുന്നത് ഓഫ്സെറ്റിംഗ് എന്ന് പറയുന്ന ഒരു ഫീച്ചറാണ്. അപ്പൊ ഞാനിവിടെ എഴുതുന്നു ഫിഫ്ത്ത് ആയിട്ട് വരുന്ന ഓഫ്സെറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ട്രാൻസാക്ഷൻസുകൾ, ഇപ്പോൾ നമ്മുടെ ഒരു ബാലൻസ് ഷീറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അസറ്റ്സ് ഉണ്ടാവും, ലാബിലിറ്റി ഉണ്ടായിരിക്കും. ഇൻകം സ്റ്റേറ്റ്മെന്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻകം ഉണ്ടായിരിക്കും, എക്സ്പെൻസുകൾ ഉണ്ടായിരിക്കും. അതൊന്നും നമുക്ക് എന്താ പറയുക, ഓഫ്സെറ്റിംഗ് ചെയ്യാനായിട്ട് തട്ടിക്കിഴിക്കുക എന്നാണ് അതിന്റെ മലയാളം മീനിങ്. അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈക്വൽ ചെയ്യുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ ഇപ്പോൾ അസറ്റ്സിന്റെ വാല്യൂ മെഷർ ചെയ്യുമ്പോൾ അത് ഓവറായിട്ടുള്ള ഒരു വാല്യൂ കാണിക്കുന്നതിന് വേണ്ടിയൊക്കെ നമുക്കതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് തട്ടിപ്പിഴിക്കാനായിട്ട് ഓഫ്സെറ്റിംഗ് എന്ന് പറയുന്ന ഒരു സെറ്റ് ഓഫ് ചെയ്യുന്ന സംവിധാനം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകളിലില്ല. അത് റിയൽ ആയിട്ടുള്ള മെറ്റീരിയൽ ആയിട്ടുള്ള ഫാക്ടുകൾ, ഫെയർ ആയിട്ടുള്ള ഇൻഫർമേഷൻസുകൾ അത് വെച്ചുകൊണ്ട് തന്നെയാണ് അതെന്ത് ചെയ്യേണ്ടത്, റെക്കോർഡ് ചെയ്യുന്നത്. പക്ഷെ ഓഫ്സെറ്റിംഗ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നില്ല, അനുവദിക്കുന്നില്ല. അതാണ് പറയുന്നത് an entity shall not offset assets and liabilities or income and expenses unless required or permitted by an INDAS. അതായത് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സുകൾ അനുവദിക്കാത്ത പക്ഷം
ഒരു ഇൻകത്തിനെയോ ഒരു എക്സ്പെൻസുമായിട്ടോ ഒരു ലാബിലിറ്റിയെ ഒരു ഇൻകായിട്ടോ സെറ്റ് ഓഫ് ചെയ്യാനായിട്ട് നിയമം അനുവദിക്കുന്നില്ല. അപ്പോൾ നമുക്കറിയാം ഒരു അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെപ്റ്റേഴ്സ് ഒരു അസറ്റ് ആണ് അല്ലേ, കറണ്ട് ആയിട്ട് വരുന്ന ഒരു അസറ്റ് ആണ്. അപ്പോൾ ഒറിജിനലി നമ്മുടെ വാല്യുവേഷൻ ഓഫ് അസറ്റുകൾ എടുക്കുമ്പോൾ ഡെപ്റ്റേഴ്സിന്റെ എമൗണ്ട് ചിലപ്പോൾ ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വാല്യൂ ചെയ്തിട്ടുള്ളത് ഡൗട്ട്ഫുൾ ആയിട്ട് വരുന്ന ഡെപ്റ്റേഴ്സ് ആയിരിക്കും. അപ്പോൾ ഡൗട്ട്ഫുൾ ഡെപ്റ്റേഴ്സിന് ഒരു പ്രൊവിഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ അത് വെച്ചുകൊണ്ട് തന്നെയാണ് കറക്റ്റ് ആയിട്ടുള്ള ഡെപ്റ്റേഴ്സിനെ ഇത് ചെയ്യേണ്ടത്, വാല്യൂ ചെയ്യേണ്ടത്. അപ്പോൾ അസറ്റിന്റെ വാല്യുവേഷൻ ഈ ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്നതിന്റെ ഒരു ഓവറായിട്ട് കാണിക്കാനായിട്ട് ഉദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രൊവിഷൻ ഫോർ ദി ഡൗട്ട്ഫുൾ ഡെപ്റ്റ് ഓൺ റിസീവബിൾ എന്ന് പറയുന്നതിലൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, മാറ്റത്തിരുത്തലുകളൊന്നും ചെയ്തുകൊണ്ട് ആ അസറ്റിന്റെ വാല്യൂവിനെ ഇൻക്രീസ് ചെയ്ത് കാണിക്കാനായിട്ട് പാടില്ല. അങ്ങനെ സെറ്റ് ഓഫ് ചെയ്യാനുള്ള എത്രയാണ് പ്രൊവിഷൻ ഈ ഡൗട്ട്ഫുൾ അസറ്റ്സുകൾ ഡൗട്ട്ഫുൾ ഡെപ്റ്റേഴ്സിന് നൽകിയിട്ടുള്ളത് അത്രമാത്രം തന്നെയാണ് ഇവിടെ കാണിക്കാനായിട്ട് പാടുള്ളൂ, ഈ അതിന്റെ കാൽക്കുലേഷനിൽ കൊടുക്കാനായിട്ട് പാടുള്ളൂ. അപ്പോൾ ഓഫ്സെറ്റിംഗ് എന്ന് പറയുന്ന സംവിധാനം ഈ നിയമപ്രകാരം ഇന്ത്യാസ് അനുസരിച്ചുകൊണ്ട് അനുവദിക്കുന്നില്ല. അത് ഈ പറഞ്ഞ ജനറൽ ഫീച്ചറിൽ വരുന്ന ഒരു പോയിന്റ് ആണ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകളിൽ ഈ പറയുന്ന ഒരു സംവിധാനം അലൗ ചെയ്യുന്നില്ല എന്നുള്ളത്. ഇനി അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്തായിരിക്കും, സാധാരണ നമ്മളിപ്പോൾ അസറ്റിനെ ഓവർ വാല്യുവേഷൻ ആയിട്ട് കാണിക്കുക. അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇപ്പൊ റീഡേഴ്സ്, അതായത് ഒരുപാട് ആളുകൾ ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകളുടെ യൂസേഴ്സ് ആണെന്ന് പറഞ്ഞു അല്ലേ. അപ്പൊ അവർക്കിടയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അനാവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ ആണ് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ആക്ച്വലി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്താണ്, ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഫൈനാൻഷ്യൽ റെക്കോർഡാണ് അല്ലെ, ഒതന്റിക്കേറ്റഡ് ആയിട്ടുള്ള റെക്കോർഡാണ്, ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള റെപ്രസെന്റേഷൻ ഓഫ് ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസുകളാണ്, അല്ലെങ്കിൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ പെർഫോമൻസിന്റെ റെക്കോർഡാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇതുപോലുള്ള അനാവശ്യമായിട്ടുള്ള വിവരങ്ങൾ ചെയ്തുകൊണ്ടോ മാറ്റത്തിരുത്തലുകൾ വരുത്തിക്കൊണ്ടോ ചെയ്യാനായിട്ട് നിയമം അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് ഓഫ് സെറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് എന്നാൽ ഫ്രീക്വൻസി ഓഫ് റിപ്പോർട്ടിംഗ്. 6th പോയിന്റ് പറയുന്നത് ഫ്രീക്വൻസി ഓഫ് റിപ്പോർട്ടിംഗ്. ഫ്രീക്വൻസി ഓഫ് റിപ്പോർട്ടിംഗ് അതായത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ അത് എങ്ങനെയാണ് പ്രസന്റ് ചെയ്യേണ്ടത്, അത് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാലും ആനുവലി ഫിനാൻഷ്യൽ ഇയറിന്റെ എൻഡിലായിരിക്കണം അത് പ്രസന്റേഷൻ ചെയ്യേണ്ടത്. അതായത് March 31 ഫിനാൻഷ്യൽ ഇയർ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഈ ബാലൻസ് ഷീറ്റും അതുപോലെ തന്നെ എൻഡ് ഓഫ് ദ പീരീഡിലാണ് ബാലൻസ് ഷീറ്റ് അല്ലെ, ഫോർ ദ പീരീഡിലുള്ള ഇൻകം സ്റ്റേറ്റ്മെന്റ് ഒക്കെ അതാത് പീരീഡുകളിൽ തന്നെയാണ് എന്ത് ചെയ്യേണ്ടത്, പ്രസന്റേഷൻ ചെയ്യേണ്ടത്. അത് ആനുവലി ചെയ്യണം എന്നുള്ളത് തന്നെയാണ് അതിന്റെ നിയമം പറയുന്നത്. പക്ഷെ ചില ഫേമുകൾ ഇപ്പോൾ ആനുവൽ പീരീഡ് ഒരു വർഷത്തിന് ശേഷം അല്ലെങ്കിൽ ഒരു വർഷം കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പ് ലോങ്ങർ പീരീഡിലോ അല്ലെങ്കിൽ ഷോർട്ടർ പീരീഡോ ആയിട്ട് ഈ ആനുവൽ പീരീഡിന്റെ മുമ്പോ അല്ലെങ്കിൽ ശേഷമോ ആയിട്ടൊക്കെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ ആ ഒരു ഇൻഫർമേഷൻ കൂടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകളിൽ പറഞ്ഞിരിക്കണം. പറയാന്ന് മാത്രമല്ല ആ ഒരു ഡാറ്റകൾ കൂടെ ഒരു വർഷത്തിന് ശേഷം വരുന്ന ട്രാൻസാക്ഷൻസുകളും ഈവൻസുകളും ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ ഒരു വർഷത്തിനേക്കാൾ ഷോർട്ടർ പീരീഡിലാണ് തയ്യാറാക്കുന്നതിൽ അത്രയ്ക്കും വരെയുള്ള പീരീഡിലുള്ള ഡീറ്റെയിൽസുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് മാത്രമേ സ്റ്റേറ്റ്മെന്റുകൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, പ്രിപ്പയർ ചെയ്യാനായിട്ട് പാടുള്ളൂ. ദാറ്റ് ഈസ് അതിന്റെ കാരണം എന്താന്നുള്ളത്, ഷോർട്ടർ പീരീഡിലാണ് അത് ചെയ്യുന്നതെങ്കിൽ അതിന്റെ ഷോർട്ടർ പീരീഡിലെ യൂസ് ചെയ്യുന്നതിന്റെ കാരണം എന്താന്നുള്ളത് അറിയിക്കണം. അതിന്റെ മെറ്റീരിയൽ ഫാക്ട് കൃത്യമായിട്ട് തന്നെ നൽകിയിരിക്കണം എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അപ്പൊ സാധാരണയായിട്ട് ഫിനാൻഷ്യൽ ആയിട്ടുള്ള പീരീഡ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നിയമാനുസൃതം ആ സെറ്റ് ഓഫ് ഇൻഫർമേഷൻസുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യേണ്ടത് എങ്ങനെയാണ്, ആനുവലിയാണ്. അപ്പോൾ ആനുവൽ പീരീഡിനേക്കാൾ കംപ്ലീറ്റ് ചെയ്തതിന് മുമ്പ് ഷോർട്ടർ പീരീഡിലോ ലോങ്ങർ പീരീഡിലോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ റിയൽ റീസൺ എന്താണെന്നുള്ളതും അതിൽ കൊടുക്കുന്ന ഈവൻസുകൾ ട്രാൻസാക്ഷൻസുകൾ അതൊക്കെ എങ്ങനെയാണ് അതിൽ റെക്കോർഡ് ചെയ്തിട്ടുള്ളത് എന്ന് പറയുന്നതിന്റെ മെറ്റീരിയൽ ഫാക്ടുകൾ കൂടെ എന്ത് ചെയ്തിരിക്കണം, ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. അതൊരു ഫീച്ചറാണ്. നെക്സ്റ്റ് നമ്മൾ കഴിഞ്ഞാൽ കമ്പാരറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ്. 7th പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പാരറ്റീവ് ഇൻഫർമേഷൻ. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ മറ്റൊരു
ജനറൽ ഫീച്ചറിൽ വരുന്നതാണ് കമ്പാരിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻ. നമ്മൾ പറഞ്ഞു ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകളിൽ ഇവിടെ നോക്കുകയാണെങ്കിൽ കമ്പാരിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻസുകൾ കൂടെ നൽകാം. എന്തിനാ ഈ കമ്പാരിറ്റീവ് ഇൻഫർമേഷൻസുകൾ നൽകുന്നത്? പ്രിസീഡിംഗ് പീരീഡിൽ ഉണ്ടാകുന്ന ഡാറ്റകൾ വെച്ചുകൊണ്ട് കമ്പയർ ചെയ്യും. കമ്പാരിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻസുകൾ ഒരു ഫേമിന് കിട്ടണമെന്നുണ്ടെങ്കിൽ അതൊരു നെഗറ്റീവ് ആയിട്ടുള്ള ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആയി തീരണമെന്നുണ്ടെങ്കിലും എന്തുണ്ടായിരിക്കണം? പ്രിസീഡിംഗ് പീരീഡിലുള്ള ഇൻഫർമേഷൻസുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ 2 വർഷങ്ങളിലെ ബാലൻസ് ഷീറ്റുകൾ, കഴിഞ്ഞ 2 വർഷങ്ങളിൽ വരുന്ന സ്റ്റേറ്റ്മെന്റുകൾ, പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റുകൾ, അതുപോലെ തന്നെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്, 2 ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്, 2 സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി റിലേറ്റഡ് നോട്ട്സ്, ഇങ്ങനെയുള്ള പ്രിസീഡിംഗ് പീരീഡിലുള്ളത് നൽകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ കറണ്ട് പീരീഡുമായിട്ട് കമ്പയർ ചെയ്യാം. അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ഒരു അനാലിസിസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു നെറേഷൻ നൽകാനായിട്ട് കഴിയും. ഇപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് മറ്റൊരു ഫീച്ചറാണ് കമ്പയറബിലിറ്റി എന്ന് പറയുന്നത്. കമ്പയർ ചെയ്യാനായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആയിട്ട് നമുക്ക് അതിൻ്റെ ഒരു വളരെ യൂസാണ്. നമുക്ക് ഫേമിൻ്റെ ചേഞ്ച് ഇൻ ഇക്വിറ്റി ആണെങ്കിൽ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ചേഞ്ചസുകൾ ഉണ്ടോ, ഇൻകത്തിലുണ്ടാവുന്ന ചേഞ്ചസ് എത്രയാണ്, അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റിൻ്റെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 പീരീഡ്സിൽ ബാലൻസ് ഷീറ്റ് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഫിനാൻഷ്യൽ പൊസിഷൻ എങ്ങനെയാണ് എന്നുള്ളത്, ആ പൊസിഷൻ, പെർഫോമൻസ്, ക്യാഷ് ഫ്ലോ ആയിട്ട് വരുന്ന ചേഞ്ചസുകൾ, ചേഞ്ചസ് ഇൻ ഇക്വിറ്റി, ഇതെല്ലാം പ്രിസീഡിംഗ് പീരീഡിലും ദെൻ കറണ്ട് പീരീഡുമായിട്ട് കമ്പയർ ചെയ്യാൻ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾക്ക് ഹെൽപ്ഫുൾ ആകുന്നതാണ്. ദാറ്റ് ഈസ് ദ കമ്പാരറ്റീവ് ഇൻഫർമേഷൻ. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസിസ്റ്റൻസി ഓഫ് ദി പ്രസന്റേഷൻ ആണ്. 8ാമത്തെ പോയിന്റ് പറഞ്ഞത് കോൺസിസ്റ്റൻസി ആണ്. കോൺസിസ്റ്റൻസി എന്ന് പറയുമ്പോൾ അതായത് സാധാരണയായിട്ട് നമുക്ക് ഓരോ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ സ്റ്റേറ്റ്മെന്റുകളൊക്കെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം നെക്സ്റ്റ് പീരീഡിലേക്കും വരുന്ന ട്രാൻസാക്ഷൻസുകൾ അതേ പോളിസീസുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ആയിരിക്കും ചെയ്യേണ്ടത്. അപ്പോൾ സ്റ്റാൻഡേർഡുകൾ അനുസരിച്ച് കൊണ്ട് അത് തയ്യാറാക്കുമ്പോൾ ഇപ്പോൾ ഡിപ്രീസിയേഷൻ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആ ഡിപ്രീസിയേഷൻ എങ്ങനെയാണോ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആ മെത്തേഡ് ഫിക്സഡ് അസറ്റ് ആയിട്ട് എങ്ങനെ ഉപയോഗിക്കുന്നു ആ മെത്തേഡ് നെക്സ്റ്റ് ഇയറിലും ഉപയോഗിക്കുന്നതാണ് നല്ലതാകും. അപ്പം അങ്ങനെ വരുന്ന അക്കൗണ്ടിങ് പോളിസീസുകൾ നമുക്ക് നെക്സ്റ്റ് ഇയറിലും ഇതേപോലെ തന്നെ ആയിട്ടൊരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പ്രസന്റേഷൻ ആകേണ്ടതാണ് എന്നുള്ളതാണ് ഏതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? കോൺസിസ്റ്റൻസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ കോൺസിസ്റ്റൻസി ഓഫ് ഇൻഫർമേഷൻ എന്ന് പറയുന്നതും എന്താണ്? നമ്മുടെ ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചറാണ്. ഇത്രയാണ് നമുക്ക് മനസ്സിലാകാനുള്ളൂ. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നത് ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു പ്രസന്റേഷൻ ആണ്. ദാറ്റ് ഈസ് ദ ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ്, ഫിനാൻഷ്യൽ പെർഫോമൻസ് ഇതൊക്കെ കാണിക്കുന്ന ഒരു ഫിനാൻഷ്യൽ റെക്കോർഡാണ്. അപ്പോൾ അതിന്റെ ജനറൽ ഫീച്ചർ ആണ് നമ്മളിവിടെ പറയുന്നത്. ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് മസ്റ്റ് ബി ട്രൂ ആൻഡ് ഫെയർ. Then going concern, accrual base of accounting is followed in the financial statement, materiality and aggregation, then next offsetting, then frequency of reporting, then second last comparative information and the consistency of the presentation. ഇത്രയാണ് നമുക്ക് ഏതിനെ കുറിച്ച് പറയാനുള്ളത്? ജനറൽ ഫീച്ചേഴ്സിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ കണ്ടന്റ്സും അതിന്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്നുള്ളതാണ്. സ്റ്റേറ്റ്മെന്റ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സ്റ്റേറ്റ്മെന്റിൽ വരുന്നതാണ് ഒരു ബാലൻസ് ഷീറ്റ്. ഈ ബാലൻസ് ഷീറ്റ് എങ്ങനെ ആയിരിക്കണം പ്രിപ്പയർ ചെയ്യുന്നത്, അതിൽ വരുന്ന കണ്ടന്റ്സുകളൊക്കെ എങ്ങനെയാണ് എന്നുള്ളതും അത് പ്രിപ്പയർ ചെയ്യുന്നതിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ് എന്നുള്ളതാണ് നെക്സ്റ്റ് നമുക്ക് ഈ ഒരു ടോപ്പിക്കിലൂടെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നോക്കാം എന്താണ് സ്ട്രക്ചർ, അതുപോലെ തന്നെ and the contents ഉണ്ട്. Structure and contents. Of financial statement. സാധാരണയായിട്ട് നമുക്ക് ഇപ്പോൾ ഇൻകം സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഫോർമാറ്റ് പ്രത്യേകമായിട്ടുള്ള ഒരു ഫോർമാറ്റിലായിരിക്കും ചെയ്യുന്നത്. ബാലൻസ് ഷീറ്റ് ആയി കഴിഞ്ഞാൽ അതിൻ്റെ ഫോർമാറ്റ് അനുസരിച്ചുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ അതിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് എന്നുള്ളതാണ് ഫസ്റ്റ് വൺ പറയുന്നത്. സാധാരണ നമുക്ക് ഈ സ്റ്റേറ്റ്മെന്റുകളെല്ലാം ഒരു ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതാണ് അല്ലെ. നമുക്ക് ആർക്കും വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ അതിൽ റെലവെന്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആരെ കുറിച്ച് എന്തിനെ കുറിച്ചാണ് പറയുന്നത് എന്നുള്ളതാണ്
ഒരു ഡീറ്റെയിൽസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അറിയാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഒരു ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആണെന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകളിൽ നൽകുന്നതിലൂടെ നമുക്കും ഒരു ഇൻഫർമേഷൻ ആണ് കിട്ടുന്നത്. ഫസ്റ്റ് വൺ അതിൻ്റെ സ്ട്രക്ചറിൽ കാണിക്കേണ്ടതാണ് നെയിം ഓഫ് ദ റിപ്പോർട്ടിംഗ് എൻറ്റിറ്റി. റിപ്പോർട്ടിംഗ് എൻറ്റിറ്റിയുടെ നെയിമാണ്. അതായത് ഒരു ഫേമിനെ കുറിച്ചാണ് നമ്മൾ ഫേമിന്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കുമ്പോൾ ആ ഫേമിന്റെ നെയിം ആണ് കൊടുക്കേണ്ടത്. ആ റിപ്പോർട്ടിംഗ് എൻറ്റിറ്റിയുടെ നെയിം കൊടുത്തിരിക്കണം. അപ്പോൾ നമുക്കറിയാം ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ABC കമ്പനി ലിമിറ്റഡ് എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും ആ പേരിനോട് ചേർത്തുകൊണ്ട് ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിന്റെ സ്ട്രക്ചറിൽ ആദ്യം നെയിം ഓഫ് ദ റിപ്പോർട്ടിംഗ് എൻറ്റിറ്റി എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. റിപ്പോർട്ടിംഗ് എൻറ്റിറ്റി. നമ്പർ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസുകൾ കവർ ചെയ്യുന്നത് ഇൻഡിവിജ്വൽ എൻറ്റിറ്റി ആണോ ഗ്രൂപ്പ് ആയിട്ടുള്ള എൻറ്റിറ്റി ആണോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് സ്പെസിഫിക് ആയിട്ട് എന്ത് ചെയ്തിരിക്കണം പറഞ്ഞിരിക്കണം. സ്പെസിഫിക് ആയിട്ട് ഗ്രൂപ്പിന് ഒരു ബ്രാഞ്ചസുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് കമ്പനിയെ കുറിച്ചുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകളാണെന്നുണ്ടെങ്കിൽ അതിനെ മെൻഷൻ ചെയ്യാവുന്നതാണ്. ദാറ്റ് ഈസ് ദ സെക്കൻഡ് പോയിന്റ് പറയുന്നത്. തേർഡ് വൺ പറയുന്നത് ഫിനാൻഷ്യൽ ഡേറ്റ് ഓഫ് ദ റിപ്പോർട്ടിംഗ് പീരിയഡ് ആണ്. ഡേറ്റ് ഓഫ് ദ റിപ്പോർട്ടിംഗ് പീരിയഡ് നമുക്കറിയാം. ഫിനാൻഷ്യൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പീരീഡ് പറയില്ല. ഡേറ്റ് March 31 ആണ് അല്ലെങ്കിൽ 2020 ആണെന്നുണ്ടെങ്കിൽ ആ ഡേറ്റ് പറയും. ഇപ്പോൾ ഇൻകം സ്റ്റേറ്റ്മെന്റിലുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ അവിടെയും പറയുന്നത് തന്നെയായിരിക്കും അതിന്റെ ഡേറ്റ് ആണ്. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ടിംഗ് പീരീഡ് ആണ് ഡേറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതും ആ സ്ട്രക്ചറിൽ ഉൾപ്പെടുത്തിയിരിക്കണം. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസന്റേഷൻ കറൻസിയാണ്. കറൻസിയെ കുറിച്ച് പ്രസന്റേഷൻ ഓഫ് കറൻസി ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ ആയതുകൊണ്ട് നമ്മൾ അതിന് എമൗണ്ടുകളൊക്കെ കൊടുക്കുമ്പോൾ ഏത് കറൻസിയിലാണ് എന്നുള്ളത് കൂടെ പറയണം. അപ്പോൾ റുപ്പീസ് ആണ് നമ്മൾ ഇന്ത്യൻ ആയിട്ട് ഉപയോഗിക്കുന്ന കറൻസി. അപ്പോൾ റുപ്പീസിലാണ് ആ ഡീറ്റെയിൽസ് ആയ എമൗണ്ടുകൾ നൽകിയിട്ടുള്ളത് എന്നുള്ളത് പ്രത്യേകം പറയണം. അപ്പോൾ പല കൺട്രീസുകളും പല കറൻസീസുകളായിരിക്കും യൂസ് ചെയ്യുന്നത്. പക്ഷേ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് പ്രകാരം ഓരോ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ പ്രിപ്പയർ ചെയ്യുമ്പോഴും ആ പ്രസന്റ് ചെയ്തിട്ടുള്ള ഡാറ്റകളിൽ ഏതിനെ കുറിച്ചിട്ടാണോ പറയുന്നതെങ്കിൽ അതിന്റെ കറൻസി എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ കറൻസിയെ ചെയ്യണം പ്രസന്റ് ചെയ്തിരിക്കണം. റുപ്പീസ് ആണെന്നുണ്ടെങ്കിൽ റുപ്പീസ് എന്ന് പറയുന്ന എമൗണ്ട് കോളത്തിൽ റുപ്പീസ് എന്ന് പറയുന്നത് ആയിരിക്കണം അവിടെ പ്രസന്റേഷൻ ചെയ്യുന്നത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ലെവൽ ഓഫ് റൗണ്ടിങ് ഓഫ്. ലെവൽ ഓഫ് റൗണ്ടിങ് ഓഫ്. ലെവൽ റൗണ്ടിങ് ഓഫ്. അതായത് ഇപ്പോൾ നമുക്ക് റൗണ്ട് ഓഫ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഫിനാൻഷ്യൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റിൽ ഇപ്പോൾ ബാലൻസ് ഷീറ്റ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അസറ്റിന്റെ വാല്യൂ ഇപ്പോൾ ഒരു 1 ക്രോസുകളായിട്ട് കോടിക്കണക്കിനായിട്ടുള്ള എമൗണ്ടുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് കൂടുതലായിട്ടുള്ള ഡിജിറ്റുകളൊക്കെ വരുമ്പോൾ അത് കാൽക്കുലേഷനൊക്കെ അല്ലെങ്കിൽ വായിക്കുന്ന ആളുകൾക്ക് കുറേ കൂടെ ഒരു അണ്ടർസ്റ്റാൻഡബിൾ ആകണമെന്നുണ്ടെങ്കിൽ അതിന്റെ എമൗണ്ട് ഇപ്പോൾ സീറോസുകളൊക്കെ ഉണ്ടെങ്കിൽ അത് റൗണ്ട് ചെയ്തിട്ട് എഴുതാം. അല്ലെങ്കിൽ പോയിന്റുകളായിട്ട് വരുന്ന ഡെസിമൽ ആയിട്ടുള്ള പ്ലേസുകളൊക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് ഇത്ര പൊസിഷൻസുകളൊക്കെ ആയിട്ട് റെഡ്യൂസ് ചെയ്യാം. അപ്പൊ എങ്ങനെയാണ് അത് ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ റൗണ്ട് ഓഫ് ചെയ്തിട്ടുള്ളതെങ്കിൽ ആ റൗണ്ട് ഓഫ് ചെയ്യുന്നതും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകളിൽ എങ്ങനെയാണ് അത് യൂസ് ചെയ്തിട്ടുള്ളത് ആ എമൗണ്ടുകളൊക്കെ കാണിച്ചിട്ടുള്ളത് എന്നുള്ളത് പറയുന്ന റൗണ്ട് ഓഫിന്റെ ലെവൽ കാണിക്കേണ്ടതാണ്. ഇപ്പൊ 2 ഡിജിറ്റ് ആണ്, 3 ഡിജിറ്റ് ആണ്, 4 ഡിജിറ്റിലൊക്കെ ആണ് അതിനെ റൗണ്ട് ഓഫ് ചെയ്യുന്നതെങ്കിൽ ആ റൗണ്ട് ഓഫ് ലെവലാണ് അവിടെ കാണിക്കേണ്ടത്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകളിൽ യൂസ് ചെയ്തിട്ടുള്ളത് കാണിക്കുന്നതെങ്കിൽ അതും കൂടെ ഇവിടെ പ്രസന്റ് ചെയ്തിരിക്കുന്നു. അപ്പൊ സ്ട്രക്ചറലിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. റിപ്പോർട്ടിംഗ് എൻറ്റിറ്റിയുടെ നെയിം നൽകിയിരിക്കണം, ഡേറ്റ് പറയണം, കറൻസി എങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന്റെ പ്രസന്റ് ചെയ്തിരിക്കണം. ദെൻ എമൗണ്ടുകൾ എഴുതുമ്പോൾ അതിന്റെ ലാർജ് ആയിട്ടുള്ള വരുന്ന എമൗണ്ടുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഡെസിമൽ ആയിട്ടുള്ള പ്ലേസിലൊക്കെ വരുന്ന റേറ്റുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനെ റൗണ്ട് ഓഫ് ചെയ്യുന്നത് എത്ര ഡിജിറ്റിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ലെവൽ കൂടെ അവിടെ മെൻഷൻ ചെയ്യാം. ഓക്കെ, ഇത്രയാണ് നമുക്ക് സ്ട്രക്ചർ ആൻഡ് കണ്ടന്റ്സ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ പറയാനുള്ളത്. ഇനി ഈ പ്രസന്റേഷനിൽ എന്തൊക്കെ ഡീറ്റെയിൽസുകളാണ് ഉൾപ്പെടുത്തുക എന്ന് ഞാൻ പറഞ്ഞു. ആദ്യം അതിന്റെ കണ്ടന്റ്സ് എന്താണെന്ന് ചോദിക്കുകയാണ്. അപ്പൊ എന്തൊക്കെ കണ്ടന്റ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ബാലൻസ് ഷീറ്റ് ഉണ്ട്, ഇൻകം സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്, ചേഞ്ച് ഇൻ ഇക്വിറ്റി ഉണ്ട്. അപ്പൊ അതൊക്കെ എങ്ങനെയാണ് അതിന്റെ ഡീറ്റെയിൽസ് എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കിലൂടെ ഇനി പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, നമുക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ ഡീറ്റെയിൽസ് ഇൻഡാസിൽ എങ്ങനെയാണ്
പ്രസന്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകളിൽ വരുന്നത് ബാലൻസ് ഷീറ്റ് ആണെന്ന് നമുക്കറിയാം, ഇൻകം സ്റ്റേറ്റ്മെന്റ് ആണെന്ന് അറിയാം, ചേഞ്ച് ഇൻ ഇക്വിറ്റി ആണെന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് പറയും. അപ്പോൾ ഇൻഡാസ് 1 എങ്ങനെയാണ് അതിനെ പ്രസന്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് പറയുന്നത്. ഇൻഡാസ് 1 പ്രസന്റ് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ ബാലൻസ് ഷീറ്റ് ആണ് അല്ലെ. അപ്പൊ ബാലൻസ് ഷീറ്റിന് ഇൻഡാസ് 1 ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്ന രീതിയിലല്ല പറയുന്നത്, സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ എന്നുള്ളതാണ്. SOFP എന്നാണ് പറയുന്നത്, സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ. നമുക്കറിയാം ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ പൊസിഷനെ ഡിസ്ക്ലോസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇൻഡാസിൽ ആ പ്രസന്റേഷൻ ഡീറ്റെയിൽസ് എന്തായിട്ടാണ് കാണിക്കുന്നത്, SOFP എന്നുള്ളത്. ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നതിന് SOFP എന്നുള്ള രീതിയിലാണ് പ്രസന്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന്റെ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡിൽ പാരഗ്രാഫ് 54 മുതൽ 80 വരെയുള്ള റൂൾസുകൾ, ഇതിനെ കുറിച്ചിട്ടുള്ള ഗൈഡ് ലൈൻസുകളാണ് പറയുന്നത്. നമ്പർ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്പർ 2 ഇൻകം സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ. ഇൻകം സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് ദി പ്രോഫിറ്റ് ആൻഡ് ലോസ്, സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്. പക്ഷേ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസിന് നമുക്ക് ഇൻകം സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ SOPL എന്നാ പറയുക, സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇൻഡാസിൽ പറയുന്നത്. ദാറ്റ് ഈസ് അതിന്റെ പാരഗ്രാഫ് 81A മുതൽ 102 വരെയുള്ള ഒരു ഗൈഡ് ലൈൻസുകളാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. അതായത് ഇൻകം സ്റ്റേറ്റ്മെന്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SOPL എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിനെ അവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. SOPL സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SOPL ആണ്. അതിന്റെ ഗൈഡ് ലൈൻസുകൾ പറയുന്നത് 81 മുതൽ A മുതൽ 102 വരെയാണ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് ക്യാഷ് ഫ്ലോ ആണ്. സ്റ്റേറ്റ്മെന്റ് ഓഫ് ക്യാഷ് ഫ്ലോ. അപ്പോൾ ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നതും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ വരുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, ഫിനാൻഷ്യൽ ആയിട്ടുള്ള റെക്കോർഡാണ്. അതിനെ പറയുന്നത് SOCF എന്നാണ്. SOCF ക്യാഷ് ഫ്ലോ, സ്റ്റേറ്റ്മെന്റ് ഓഫ് ക്യാഷ് ഫ്ലോ. ഇതിനെ കുറിച്ചുള്ള ഗൈഡ് ലൈൻസുകൾ പറയുന്നത് പാരഗ്രാഫ് 111 111 പാരഗ്രാഫുകളിൽ ഈ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ആണ് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4th വൺ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടെ നമ്മൾ പറഞ്ഞത് സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി എന്ന് പറയുന്നത്. സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി ആണ്. 4ാമത് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി. ഇതിനെ കുറിച്ച് പറയുന്നത് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡിൽ വരുന്നത് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ SOFP, SOPL, SOCF എന്ന് പറഞ്ഞതുപോലെ തന്നെ സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ച് ഇൻ ഇക്വിറ്റിനെ SOCE എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിനെ കാണിക്കുന്നത്, സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ച് ഇൻ ഇക്വിറ്റി. അതിൽ പറയുന്നത് 106 മുതൽ 110 വരെയുള്ള ഗൈഡ് ലൈൻസുകളാണ് ഇതിനെ കുറിച്ച് പറയുന്നത്. ഇത്രയൊക്കെയാണ് നമുക്ക് ഇൻഡാസ് 1 പറയുന്ന പ്രസന്റ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസുകൾ. ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ SOFP ആണ്. പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SOPL ആണ്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ COSF ആണ്, CF ആണ്, SOCF ആണ്, സോറി. ദെൻ ചേഞ്ചസ് ഇൻ ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് CE ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതില് ഇനി പഠിക്കാനുള്ളത് ഇതൊക്കെ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പൊ അതിന്റെ പ്രസന്റേഷൻ ചില ഒരു ഫോർമാറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ് മുതൽ ഈ SOFP അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റ് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, ബാലൻസ് ഷീറ്റിന് എങ്ങനെയായിരിക്കും ഫോർമാറ്റ്, ബാലൻസ് ഷീറ്റിൽ വരുന്ന കണ്ടന്റ്സുകൾ എന്തൊക്കെയായിരിക്കണം, ഇതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞെങ്കിലാണ് നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആ കമ്പനിയുടെ ആ ബിസിനസ് എൻറ്റിറ്റിയുടെ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കാനായിട്ട് കഴിയുള്ളൂ. അപ്പൊ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു സ്പെസിഫിക് ആയിട്ടുള്ള ഫോർമാറ്റിനെ കുറിച്ച്, പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ഒരു ഫോർമാറ്റ് എവിടെ പറയുന്നില്ല, ഈ ഇൻഡാസിൽ പറയുന്നില്ല. ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ഇൻഡാസ് 1 ഒരു പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ഒരു ഫോർമാറ്റ് എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് ഈ ബാലൻസ് ഷീറ്റിനെ കുറിച്ച് അല്ലെങ്കിൽ SOFPയെ കുറിച്ച് പറയുന്നില്ല. പക്ഷേ നമ്മൾ ഫോളോ ചെയ്യുന്ന മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
Part 1 of the Schedule 3 of Companies Act 2013 Companies Act in 2013 Part 1 പറയുന്ന Part 1 Schedule 3 Part 1 of Schedule 3 ഇവിടെ ബാലൻസ് ഷീറ്റ് അതായത് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇതിനെ പറയാ ബാലൻസ് ഷീറ്റ് എന്നുള്ളതാണ്. ഇതെങ്ങനെയാണ് അതിന്റെ പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള കണ്ടന്റ് എന്നുള്ളത് പറയുന്നത്. അപ്പൊ ഇൻഡാസിൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഫോർമാറ്റ് പറയുന്നില്ല എന്നുണ്ടെങ്കിലും അതിൽ പറയുന്നുണ്ട് എങ്ങനെ ആയിരിക്കണം ഈ കമ്പനീസ് ആക്ട് 2013 പറയുന്നത്. നമുക്കറിയാം ഒരു ബാലൻസ് ഷീറ്റ് അല്ലെങ്കിൽ SOFP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തന്നെ ആയിരിക്കും കാണിക്കുക അസറ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും, ലാബിലിറ്റിയെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും. അതിൽ തന്നെ നമുക്ക് എന്തുണ്ടായിരിക്കും അതിന്റെ ഇക്വിറ്റിയെ കുറിച്ചുള്ള ഇൻഫോർമേഷൻ ഉണ്ടായിരിക്കും. അസറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എന്തുണ്ടായിരിക്കാം കറണ്ട് ആയിട്ടുള്ള അസറ്റുകൾ ഉണ്ടായിരിക്കാം, ഫിക്സ് നോൺ കറണ്ട് ആയിട്ടുള്ള അസറ്റുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഓരോ കറണ്ട് അസറ്റുകൾ ഏതാണെന്നുള്ളതും ദെൻ അതിൽ വരുന്ന കറണ്ട് അസറ്റുകൾ തന്നെ റെക്കോർഡ് ചെയ്യുമ്പോൾ ചില അസറ്റുകൾക്ക് നമ്മൾ അതിനെ പ്രസന്റ് ചെയ്യുമ്പോൾ ചില ഗൈഡ് ലൈൻസുകൾ ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും. ആ ഒരു ഡീറ്റെയിൽസുകളും അതിൽ നമുക്ക് മനസ്സിലാകാനുണ്ട്. അതുപോലെ തന്നെ കറണ്ട് ആയിട്ടുള്ള ലാബിലിറ്റീസുകൾ, നോൺ കറണ്ട് ആയിട്ട് വരുന്ന ലാബിലിറ്റീസുകൾ ഇതൊക്കെ ഏതാണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയുള്ള ഡീറ്റെയിൽസ് തന്നു കഴിഞ്ഞാൽ ഒരു ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട് വളരെ സിമ്പിൾ ആയിരിക്കും. ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഇനി ഫോർമാറ്റ് പഠിച്ചുകൊണ്ട് എന്ത് വേണം പ്രോബ്ലത്തിലേക്ക് വരണം. പക്ഷെ ഫോർമാറ്റും കൂടെ ഇന്ന് കംപ്ലീറ്റ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കുന്നത് കൊണ്ട് ക്ലാസ് ഇവിടെ കൺക്ലൂഡ് ചെയ്യാണ്. നമ്മൾ ഇന്ന് പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ഇൻഡാസ് 1 എന്താണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്നുള്ളതും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ ഒബ്ജക്റ്റീവ് എന്താണ് എന്നുള്ളതും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ ജനറൽ ആയിട്ട് വരുന്ന ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്നുള്ളതാണ് പഠിച്ചത്. അതറിയാം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഈസ് ആൻ financial record or a structured representation of the financial position and financial performance of a business entity. The main objective of the financial statement under the INDAS 1 and then IAS 1 to ensure the comparability of the financial statement with the other period and the financial statement of the with the financial statement of the other business undertakings. അങ്ങനെ കമ്പയർ ചെയ്യുക എന്നുള്ളതിന് അതിന് വേണ്ടി ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഇൻഫർമേഷൻസുകൾ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകളിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന മെയിൻ ആയിട്ട് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് ബാലൻസ് ഷീറ്റ്, ദെൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ദെൻ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്, ദെൻ ക്യാപിറ്റലിന്റെ ചേഞ്ചസിനെ അറിയുന്നതിന് വേണ്ടിയുള്ള ചേഞ്ചസ് ഇൻ ഈക്വിറ്റി സ്റ്റേറ്റ്മെന്റ്. ദെൻ ഇൻഡാസിൽ പറയുന്ന റൂൾ പ്രകാരം ഈ സ്റ്റേറ്റ്മെന്റുകളിൽ എക്സ്പ്ലനേറ്ററി ആയിട്ട് വരുന്ന ഇൻഫർമേഷൻസുകൾ വരുന്നുണ്ടെങ്കിൽ അതിനെ കുറിച്ച് പറയുന്ന നോട്ട്സുകൾ പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ട് വരും. ദെൻ കമ്പയർ ചെയ്യേണ്ടതായിട്ടുള്ള ഇൻഫർമേഷൻസുകൾ നൽകേണ്ടതായിട്ട് വരും. ഇതൊക്കെയാണ് നമ്മൾ ഏതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിലൊരു ജനറൽ ഫീച്ചേഴ്സ് നമുക്കറിയാം. അത് ട്രൂ ആൻഡ് ഫെയർ പ്രസന്റേഷൻ ആയിരിക്കണം. ദാറ്റ് ഈസ് ദ ആക്യുറേറ്റ് ഇൻഫർമേഷൻസുകൾ നൽകിയിരിക്കണം. ഗോയിങ് കൺസേൺ കോൺസെപ്റ്റിലാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ പ്രിപ്പയർ ചെയ്തത്. അക്രൂവൽ ബേസ് ഓഫ് അക്കൗണ്ടിങ് ആയിരിക്കണം. മെക്ക് ആണ്. ദെൻ മെറ്റീരിയൽ ഫാക്ട് ആൻഡ് ഫിഗേഴ്സിന്റെ ബേസിലാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ തയ്യാറാക്കുന്നത്. ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത് ഒരു ഫ്രീക്വന്റ് ആയിട്ടുള്ള പീരീഡിലായിരിക്കണം ചെയ്തുകൊണ്ടിരിക്കേണ്ടത്. കമ്പയറബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസുകൾ അവൈലബിൾ ആകണം. ദെൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ കോൺസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. ഇതാണ് ജനറൽ ഫീച്ചർ പറഞ്ഞത്. ലാസ്റ്റ് പറഞ്ഞത് ഇൻഡാസിൽ പറയുന്ന ഈ പറഞ്ഞ ഡീറ്റെയിൽസുകളൊക്കെ എങ്ങനെയായിരിക്കണം അതിന്റെ സ്ട്രക്ചർ പറഞ്ഞു. ഫേമിന്റെ പേര് നൽകണം, ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് പീരീഡ് ഡേറ്റ് സ്പെസിഫൈ ചെയ്തിരിക്കണം, അതിൽ നൽകുന്ന പ്രസന്റേഷൻ ഓഫ് കറൻസി ഏതാണെന്നുണ്ടെങ്കിൽ അത് ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. ദെൻ റൗണ്ട് ഓഫ് ചെയ്യുന്നുണ്ടെങ്കിൽ എമൗണ്ടുകളിൽ റൗണ്ട് ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ലെവലിനെയും മെൻഷൻ ചെയ്തിരിക്കണം.
ലാസ്റ്റ് അതിൻ്റെ ഇൻഡാസിൽ പ്രസന്റ് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസുകളാണ്. ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SOFP എന്നാണ് ഉദ്ദേശിക്കുന്നത്. സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നാണ് SOFPL ആണ്. സ്റ്റേറ്റ്മെന്റ് ഓഫ് ക്യാഷ് ഫ്ലോ എന്നാണ് SOCF ആണ്. സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ച് ഇൻ ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ SOC ആണ്. ഇത് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അടുത്ത ക്ലാസ്സിൽ ഈ ബാലൻസ് ഷീറ്റിന്റെ അതായത് SOFP എന്ന് പറയുന്നതിന്റെ ഒരു ഫോർമാറ്റ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കിയിരിക്കണം. ദെൻ അതിൽ എന്തെല്ലാം കണ്ടൻസുകൾ വരും എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, താങ്ക് യു.